രണ്ടുപേർക്കും ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കാർക്കെങ്കിലും ഒത്തേറി കാണാൻ പറ്റുമോ? നിർബന്ധമാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് കണ്ടിട്ടിറങ്ങാം. ഞാനൊന്ന് അകത്തേറി ഋഷിയെ കണ്ടോട്ടെ മോനെ. എന്ന് അമ്മ കയറി കണ്ടിട്ട് വരൂ. ആ നീ കാരണമല്ലേ ഞങ്ങളുടെ ഋഷിമോന് ഈ ഗതി ഉണ്ടായത്. ജാതകദോഷമുള്ള നിന്നെ ഋഷി ഒരിക്കലും താലി കെട്ടാൻ പാടില്ലായിരുന്നു. ജോയ്സർ പറഞ്ഞതനുസരിക്കുകയായിരുന്നു വേണ്ടത്. എന്തിനാ കുട്ടി നീ ഇവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്? നിന്നെ വിവാഹം കഴിച്ച ഋഷിയുടെ ജീവന് അപകടം സംഭവിക്കുമെന്ന് നിനക്കും അറിയായിരുന്നില്ലേ? അന്ന് നീ ജാതകദോഷത്തിന്റെ ഗൗരവൻ ഋഷിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ഒഴിഞ്ഞു പോകാമായിരുന്നില്ലേ? ജാനകി പറഞ്ഞത് തന്നെയാ ശരി. ഇവിടെ നിന്നിറങ്ങിയ ഉടൻ നീയും ഋഷിയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കണം. ജാനകി മേഡത്തെ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനും ജാനകി മേഡത്തെ പോലെ ഒരു അമ്മയല്ലേ. അതുകൊണ്ട് തന്നെ മാഡത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും. ഋഷിയെ ജീവനോട് കിട്ടാൻ വേണ്ടിയുള്ള മാഡത്തിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല. ഋഷിയെ ദൈവം കാക്കും. മാഡം ധൈര്യമായിട്ടിരിക്കുക. എന്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി സുലോചന. അവൻ കണ്ണു തുറന്ന് ബോധത്തോടെ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കാണാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ഞാനിപ്പോ പാതി ജീവനറ്റ അവസ്ഥയിൽ എവിടെ നിൽക്കുന്നെ? തളർന്നു പോകരുത് മാഡം. പ്രതീക്ഷ കൈവിടാതിരിക്കേ. പ്രതീക്ഷയുണ്ട്. ഋഷിയെ ദൈവം കാത്തു രക്ഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ഈ ആപത്തിന്ന് കരകയറി വരും. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ കഴിയാൻ പറ്റില്ലല്ലോ. ഗോപികയുടെ കഴുത്തില് ഋഷി കെട്ടിയ താലി കിടക്കുന്നിടത്തോളം കാലം ഋഷിയുടെ ജീവന് എന്തെങ്കിലും തരത്തിലുള്ള ആപത്ത് സംഭവിക്കുമെന്ന് പേടിച്ചല്ലേ കഴിയാൻ പറ്റുള്ളൂ. ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഗോപികയുടെ ജാതകദോഷത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണം. അതിന് പരിഹാരം ഞാൻ പറഞ്ഞത് തന്നെയാ. ഋഷിയും ഗോപികയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം. മാഡം, അത് പറയുന്ന പോലെ അത്ര ഈസിയൊന്നും ആയിരിക്കില്ല. എന്താ അതിന് തടസ്സം? ഒരു തടസ്സവും ഇല്ല. ഡിവോഴ്സിന് ഗോപിക തയ്യാറാവണം, അത്രേ ഉള്ളൂ.
അവളെ കൊണ്ട് ഈ ഡിവോഴ്സിന് ഞാൻ സമ്മതിപ്പിക്കും. അവള് സമ്മതിക്കും. അതിനുവേണ്ടി എന്തു മാർഗവും ഞാൻ സ്വീകരിക്കും. ഗോപിക സമ്മതിച്ചാലും ഋഷി അതിന് തയ്യാറാവോ? അവൻ അതിന് തയ്യാറായും മതിയാവും. അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഋഷി ഗോപികയെ വിട്ടുപിരിയാനൊന്നും പോകുന്നില്ല മാഡം. ഇനിയിപ്പൊ നിർബന്ധിച്ച് ഗോപികയുടെ കഴുത്തിന്ന് ഋഷി കെട്ടിയ താലി ഊരി വാങ്ങി എന്ന് കരുതുക. അന്നേരം ഋഷി മിണ്ടാതിരിക്കോ? ഋഷി ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു വരും. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് മാഡത്തിന് ഉറപ്പു പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവരെ തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഗോപികയുടെ ജാതകദോഷത്തിന് പരിഹാരം കാണുന്നതാവും ഉചിതമെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലേ? അതാണ് ശരി. അതിന് അവളുടെ ജാതകദോഷത്തിന് പരിഹാരമൊന്നും ജ്യോത്സ്യം പറഞ്ഞില്ലല്ലോ. എല്ലാം ഞാൻ വിശദമായിട്ട് മനസ്സിൽ ഗണിച്ചു നോക്കി. ആ കുട്ടിയുടെ ഗോപികയുടെ ജാതകദോഷം അതിശക്തം തന്നെയാണ്. അതിനിപ്പോ പരിഹാരം എന്താന്ന് വെച്ചാ, ഒരു പരിഹാരമേ ഉള്ളൂ. ഗോപികയെ ഋഷി വിവാഹം കഴിച്ചിരിക്കുന്ന കുടുംബത്തിൽ നിന്ന്, അതായത് സുലോചനയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു ബന്ധം കൂടി ആലോചിച്ചു നടത്തണം.